ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് HTML എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു വെബ് ഡെവലപ്പർ ആവാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. സോ ഈ 3 സാധനങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കൊരു ബേസിക്കായിട്ടൊരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് നിങ്ങൾക്ക് ഒരു വെബ് ഡെവലപ്പർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ HTML ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റ്, അത് കഴിഞ്ഞ് CSS. സോ ഈ 3 സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് HTML എന്താണ്. സോ HTML എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഫോർ വെബ് പേജസ്. ഓക്കെ, നമുക്കൊരു വെബ് പേജിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ തുടങ്ങുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു സംഭവം. ഇവിടെ ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു HTML ടൈപ്പാണ്. അതിനകത്ത് വരുന്നത് ഒരു HTML ടാഗാണ്. HTML നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഓക്കെ, ഈ ക്ലോസിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ സ്ലാഷ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ എന്താണോ അതിൻ്റെ വേർഡ് കൊടുക്കുന്നത് അതിനാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ HTML ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ എൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ /HTML ആണ്. അതുപോലെ തന്നെ ഹെഡ് നമ്മളിവിടെ തുടങ്ങുകയാണെങ്കിൽ അതിന് നമുക്കൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ട് /head. അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് പല എലിമെൻസും വരുന്നത്. സോ HTML-നകത്ത് വരുന്നത് ഹെഡ് ടാഗും ഹെഡ് ടാഗിനകത്ത് വരുന്നത് ഒരു പേജ് ടൈറ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി വരും. ബോഡിക്കകത്താണ് നമ്മുടെ കണ്ടന്റ് വരുന്നത്. അതായത് നമ്മുടെ ഈ വെബ് പേജ്, ഇപ്പോൾ ഇതൊരു W3 സ്കൂൾസിൻ്റെ സൈറ്റാണ്. ഇത് ആക്ച്വലി ഈ ഇത്രയും സാധനം വരുന്നത് ബോഡിയുടെ അണ്ടറിനകത്താണ് വരുന്നത്. അപ്പോൾ ട്രൈ ഇറ്റ് യുവർ സെൽഫിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നമ്മുടെ കണ്ടൻ്റാണ് ഇത്രയും ഇരിക്കുന്നത്. ബോഡിക്കകത്ത് ഇരിക്കുന്ന എലമെൻസ് ആണ് നമ്മുടെ കണ്ടൻറ്റ്. അതിനകത്ത് നമുക്ക് H1 ടാഗ് ഉണ്ട്, അതായത് ഹെഡിങ് 1 എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. നമുക്ക് പാരഗ്രാഫ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. H1 ടാഗ് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് സൈസാണ്. H1, H2, H3, H4 ഒക്കെ ഉണ്ട്, H6 വരെ ഉണ്ട്. അപ്പോൾ H1 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫോണ്ടാണ്, ഹെഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഫോണ്ടാണ്. H2 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുത്, H3 അതിനേക്കാളും ചെറുത്, H4 അങ്ങനെ ഓരോ നമ്പർ കൂടുന്തോറും അതിൻ്റെ ഫോണ്ട് സൈസ് കുറയും. അതാണ് ഹെഡിങ്ങിന് H1 കൊടുക്കുന്നത്. P എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ P ടാഗ് പാരഗ്രാഫ് ടാഗിനകത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു HTML-ൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന ഒരു HTML ടാഗ്, അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഹെഡ് ടാഗ്. ഹെഡ് ടാഗിനകത്താണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഈ ടൈറ്റിലൊക്കെ കണ്ടോ, ഇവിടെ HTML ട്യൂട്ടോറിയൽ, ഇതൊക്കെ വരുന്നത് ആക്ച്വലി ഹെഡ് ടാഗിനകത്താണ് വരുന്നത്. പിന്നെ അതിനകത്ത് കുറേ പല സംഭവങ്ങളുണ്ട്. അതായത് വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരാം. ഇപ്പം ഞാൻ F12 എടുത്തു കഴിഞ്ഞിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ HTML ടാഗാണ്. ഇതാണ് HTML-ൻ്റെ അകത്ത് വരുന്നത്. ഹെഡ് ടാഗിനകത്ത് നമ്മുടെ ടൈറ്റിൽ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ HTML ട്യൂട്ടോറിയൽ പറയുന്നത് ടൈറ്റിലിനകത്താണ് വരുന്നത്. പിന്നെ കുറേ മെറ്റാ ടാഗാണ്, അതായത് ഡിസ്ക്രിപ്ഷനും വരാം, ഇമേജസ് വരാം, അങ്ങനെ പല എലമെൻറ്റ്സ് ഇതിനകത്ത് വരാം ഹെഡിനകത്ത്. പിന്നെയാണ് നമ്മുടെ ബോഡി കണ്ടന്റ്. ബോഡിക്കകത്താണ് നമ്മൾ ഇത്രയും കണ്ടന്റ്. ഇപ്പം ഞാൻ ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടോ? അതാണ് ആക്ച്വലി ഇത്രയും കണ്ടന്റാണ് ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് അത് മൊത്തം നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് നമ്മുടെ HTML-ൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിനകത്ത് എക്സസൈസസ് ഉണ്ട്, അത് നമുക്ക് ഓരോ സെക്ഷനകത്തോട്ട് നോക്കാം. ഓക്കെ, ഇത് ഞാൻ W3 സ്കൂൾസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് HTML? ഇപ്പോൾ HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് എ വെബ് പേജ്. ആ വെബ് പേജിൻ്റെ സ്ട്രക്ചറും പറയുന്നുണ്ട്. പിന്നെ കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് എലിമെൻറ്റ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ H1 ടാഗ്, P ടാഗ്, ഇതൊക്കെ എല്ലാം എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ എലമെൻറ്റ്സ് നമ്മളുടെ HTML-നകത്ത് കാണും. ഇനി HTML എലമെൻറ്റ്സ് ടെൽ ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്. അതായത് HTML-ൻ്റെ എലമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടന്റ് കാണിക്കേണ്ടതെന്ന് HTML പറഞ്ഞത്.
പറഞ്ഞു കൊടുക്കും ബ്രൗസറിനകത്ത്. ഓക്കെ, ഒരു സിമ്പിൾ HTML ഡോക്യുമെൻ്റ് ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ഈ എക്സാമ്പിളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത് ഡിഫൈൻസ് ദാറ്റ് ദിസ് ഡോക്യുമെൻറ്റ് ഇസ് ആൻ HTML5 ഡോക്യുമെൻറ്റ്. ഓക്കെ, ഡോക്യുമെൻറ്റ് ടൈപ്പാണ്, അതായത് ഏത് ടൈപ്പാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതൊരു HTML ടൈപ്പാണ്. HTML എലമെൻറ്റ് ഇസ് ദ റൂട്ട് എലമെൻറ്റ് ഓഫ് ആൻ HTML പേജ്. HTML ഇത് ആക്ച്വലി റൂട്ടാണ്. അതിനകത്ത് വരുന്ന ഹെഡ് മെറ്റ ഇൻഫോർമേഷൻ അബൌട്ട് ദ HTML പേജ്. ഈ പേജിൻ്റെ മെറ്റ ഇൻഫോർമേഷൻ ലൈക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ടൈറ്റിലും വരുന്നുണ്ട്. ബോഡി പറയുന്നത് ഡോക്യുമെൻ്റിൻ്റെ ബോഡി, അതായത് ഇത് ഒരു ബോഡിക്കകത്താണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കണ്ടൻസും ഹെഡിങ്സും പാരഗ്രാഫ്സും ഇമേജസ്, ഹൈപ്പർ ലിങ്ക്സ്, അങ്ങനെ പല എലമെൻസും നമുക്ക് ഈ ബോഡി കണ്ടന്റിനകത്ത് കാണാം. H1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയാം ലാർജ് ഹെഡിങ് ആണ്. ഓക്കെ 1 2 3. അപ്പോൾ ഈ 1 2 3 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കൂടുന്തോറും അതിൻ്റെ ഹെഡിങ്ങിൻ്റെ സൈസ് കുറയും. ഓക്കെ, H6 വരെ ഉള്ളൂ. ഓക്കെ, P എന്ന് പറയുന്നത് പാരഗ്രാഫാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ HTML എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർട്ട് ടാഗ്, സം കണ്ടന്റ് ആൻഡ് ആൻ എൻഡ് ടാഗ്. ഓക്കെ, ഒരു സ്റ്റാർട്ട് ടാഗും കാണും, ഒരു കണ്ടന്റ് അതിനകത്ത് കാണും, അത് കഴിഞ്ഞിട്ട് ഒരു എൻഡ് ടാഗ് കാണും. ഓക്കെ, ടാഗ് നെയിം, അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ്, അത് കഴിഞ്ഞിട്ട് /ടാഗ് നെയിം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ H1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടാഗ്, അതിൻ്റെ അകത്ത് വരുന്നതൊരു കണ്ടന്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ്, ടാഗ് നെയിമിൻ്റെ എൻഡ്. ഓക്കെ, സ്റ്റാർട്ട് ടാഗ് ഉണ്ട്, ഒരു എൻഡ് ടാഗ് ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ HTML എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെബ് ബ്രൗസറിനകത്ത് ഏത് ബ്രൗസർ വേണമെങ്കിലും എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ക്രോം, എഡ്ജ്, ഫയർഫോക്സ്, സഫാരിയിൽ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാനൊരു HTML ഫയലായിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, എൻമെൻറ്റ് ഷോർട്ട് കട്ട് എന്നാണ് പറയണത്. ഞാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഓട്ടോമാറ്റിക്കലി എനിക്കിവിടെ ഒരു HTML സ്ട്രക്ചർ എനിക്കിവിടെ ഡെവലപ്പ് ചെയ്ത് വരും, അതായത് ക്രിയേറ്റ് ചെയ്ത് വരും. എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അതല്ല, ഇപ്പം നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ, 3 എക്സ്ക്ലമേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഡോക് ടൈപ്പ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ഡോക് ടൈപ്പ് ഇവിടെ പറയുന്നത് HTML. നോർമലി നമ്മളിവിടെ ഒരൊറ്റ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു HTML ടാഗ്, ഒരു ഡീഫോൾട്ടായിട്ട് ഒരു സ്ട്രക്ചർ തരും. അതിനകത്ത് HTML വരും, ക്ലോസ് ടാഗ് ഉണ്ട്, സ്റ്റാർട്ട് ടാഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഹെഡിനകത്ത് വരുന്നത് കണ്ടോ, നമുക്ക് മെറ്റ ടാഗ് ഉണ്ട്, പിന്നെ ഒരു ടൈറ്റിലുണ്ട്. ഇപ്പോൾ ബോഡിക്കകത്ത് ഞാനിപ്പോൾ ഇവിടെ H1 പ്ലസ് P കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഷോർട്ട് കട്ടാണ്. H1 + P എന്ന് പറഞ്ഞാൽ എനിക്കൊരു H1 ടാഗ് വരും, ഒരു P ടാഗ് വരും, ക്രിയേറ്റ് ചെയ്ത് വരും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് നോക്കുക. ഓക്കെ, ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് പോകാം. ഓക്കെ, അപ്പം ഞാനിത് വെൽക്കം ടു കോഡിംഗ് ട്യൂട്ടോറിയൽ ഇതിനകത്ത് HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇവിടെ ടൈറ്റിൽ ഞാൻ മാറ്റിയിട്ട് കോഡിംഗ് ആക്കും. ഓക്കെ, അപ്പം ഞാനിത് സേവ് ചെയ്തിട്ട് എൻ്റെ ഇവിടെയാണ് ഫയൽ എടുക്കുന്നത് HTML. ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡീഫോൾട്ടായിട്ട് HTML നമ്മൾ എങ്ങനെയാണ് നമുക്കിത് എൻ്റർ ചെയ്യേണ്ടത് കണ്ടു. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു HTML സ്ട്രക്ചർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ബോഡിക്കകത്തായിരിക്കും നമ്മൾ കൂടുതലും കണ്ടന്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേജ് സ്ട്രക്ചർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് HTML ടാഗിനകത്ത് ഒരു ഹെഡ് ടാഗ് വരും, അതിനകത്ത് പിന്നെ ബോഡി, ഈ ബോഡിക്കകത്തായിരിക്കും പിന്നെ നമ്മൾ കണ്ടന്റ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ HTML ഹിസ്റ്ററി ടിം ബേണേഴ്സ്-ലീ ആണ് ഇൻവെൻറ്റ് ചെയ്തത്. WWW എന്ന് പറഞ്ഞ് ഇൻവെൻറ്റ് ചെയ്ത പുള്ളിക്കാരനാണ്. പിന്നെ നമുക്ക് 2014 HTML5 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം. അതായത് നോർമൽ HTML-നെക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML5. 2017 അതിൻ്റെ
അപ്ഡേറ്റഡ് വെർഷൻ ഇറങ്ങിയ HTML 5.2 വന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ മൊത്തം ഫോളോ ചെയ്യുന്നത് HTML5 സ്റ്റാൻഡേർഡ് ആണ്, HTML അല്ല, HTML5 സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ HTML ഇൻട്രൊഡക്ഷൻ. ഇനി ബാക്കി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിൻ്റെ എലമെൻസും അതിൻ്റെ കാര്യങ്ങളും HTML എന്തൊക്കെയാണ് നമുക്ക് സംഭവങ്ങൾ നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ.